എറണാകുളം രായമംഗലത്ത് ഹോട്ടലിൽ കയറി അതിക്രമം നടത്തിയ സംഭവത്തിൽ പൾസർ സുനിക്കെതിരെ കേസ്. കുറുപ്പംപടി പോലീസാണ് കേസെടുത്തത്. ഹോട്ടലിൽ ചില്ലു ഗ്ലാസുകൾ അഴിച്ചു തകർത്താനാണ് കേസ്. നടിയെ ആക്രമിച്ച കേസിൽ കർശന വ്യവസ്ഥകളിലാണ് സുനിക്ക് ജാമ്യം അനുവദിച്ചിരുന്നത്. ജിജീഷ് കരുണാകരൻ ചേരുന്ന വിവരങ്ങളുമായി. ജിജീഷ്, കർശന വ്യവസ്ഥകളൊക്കെ നിലനിൽക്കുന്നു. എന്താണ് സംഭവിച്ചത് പൾസർ സുനിയുടെ കാര്യത്തിൽ? വീണ, പൾസർ സുനി ഈ ജാമ്യ വ്യവസ്ഥകൾ പാലിച്ച് പുറത്തിറങ്ങിയ ഘട്ടത്തിലും വലിയ തോതിലുള്ള പ്രശ്നക്കാരനായി മാറുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണിത്. കാരണം നേരത്തെയും പൾസർ സുനിക്കെതിരെ പല വിധത്തിലുള്ള പരാതികൾ ഉയർന്നിരുന്നു. പുറത്തിറങ്ങിയതിന് ശേഷം ഒറ്റപ്പെട്ട പരാതികളായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസുകളിലേക്കൊന്നും പോയിരുന്നില്ല. ഇതിനിടയിലാണ് ഒരു ഗൗരവമുള്ള കേസ്, അല്ലെങ്കിൽ ഹോട്ടലിലെത്തി അതിക്രമം നടത്തുന്നു, അവിടുത്തെ ചില്ല് ഗ്ലാസുകളടക്കം തല്ലി പൊളിക്കുന്നു, ഭക്ഷണം ലഭിക്കാൻ വൈകി എന്നൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് സ്വാഭാവികമായി ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നത്. കൃത്യമായി തന്നെ ഒരു ഗുണ്ടാ സ്റ്റൈലിൽ ഉപയോഗിക്കാൻ പൾസർ സുനി ശ്രമിക്കുന്നു എന്നതിൻ്റെ ഒരു വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണ് പലപ്പോഴും ആളുകളെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഈ ഒരു കേസിൽ അകത്ത് കിടന്നിട്ടുള്ള ആളാണ് എന്നെല്ലാമുള്ള ഒരു ഭീഷണി സ്വരം പൾസർ സുനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഇവിടെ ഹോട്ടൽ ഇന്ന് ഭക്ഷണം അല്പം വൈകിയതിൻ്റെ പേരിൽ ബഹളമുണ്ടാക്കുന്നു. അവരെ കൊല്ലുമെന്ന ഭീഷണി അടക്കം ഉയർത്തിയതിന് ശേഷമാണ് പൾസർ സുനി മടങ്ങുന്നത്. ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് കുറുപ്പംപടി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ പൾസർ സുനിയെ സംബന്ധിച്ചിടത്തോളം നടിയെ ആക്രമിച്ച കേസിൽ കർശനമായ ജാമ്യവ്യവസ്ഥകളാണ് ഉള്ളത്. മറ്റ് കേസുകളിൽ ഉൾപ്പെടരുത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് ജാമ്യവ്യവസ്ഥകളെല്ലാം തന്നെ പൂർണ്ണമായും പാലിക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ നിശ്ചിത സമയങ്ങളിൽ ഹാജരാകണം എന്നതടക്കമുള്ള ജാമ്യവ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇതിലേതെങ്കിലും പാലിക്കപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ലംഘിച്ചു കഴിഞ്ഞാൽ ജാമ്യം നിലനിൽക്കില്ല, തിരികെ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് വ്യക്തമാക്കി തന്നെയായിരുന്നു പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചത്. ഏറെക്കാലം ജയിലിൽ കിടന്നു, നിരവധി നിയമപോരാട്ടങ്ങൾ നടത്തി, സുപ്രീം കോടതി വരെ നീണ്ട നിയമപോരാട്ടങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടാണ് ഏറ്റവും ഒടുവിൽ പൾസർ സുനി ജാമ്യത്തിൽ ഇറങ്ങുന്നത്. അത് വിചാരണ കോടതി തന്നെ ഒരു തീരുമാനത്തിലേക്ക് കോടതി വിട്ടു. അങ്ങനെയാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചത്. ജാമ്യം ലഭിച്ച് തിരിച്ചു വന്ന ഘട്ടത്തിൽ പോലും പൾസർ സുനിയുടെ ഒരു ആർഭാട ജീവിതവും വലിയ തോതിൽ തന്നെ ചർച്ചയാവുകയെല്ലാം ചെയ്തിരുന്നു. പുറത്തുനിന്ന് പല ആളുകളിൽ നിന്നും വലിയ സാമ്പത്തിക സഹായങ്ങൾ പൾസർ സുനിക്ക് ലഭിക്കുന്നുണ്ട്. പൾസർ സുനിക്ക് പിന്നിൽ വലിയ ഒരു സംഘം തന്നെ ഉണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക ബലമുള്ള ആളുകൾ തന്നെ ഉണ്ട് എന്നെല്ലാം തന്നെ വ്യക്തമാകുന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അതിക്രമം പൾസർ സുനി നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം തന്നെയാണ് പൾസർ സുനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്.